എല്ലാവർക്കും ചെറിയൊരു റീലിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മുടെ അവിടെ ഒരു 25-26 വയസ്സുള്ള ഒരു പെൺകുട്ടി ഓഫീസിലേക്ക് പോകണ വഴിക്ക് റോട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് റോട്ടിലെ കുഴിയിൽ വീണിട്ട് ബൈക്കിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് മാത്യു കൂടെ വണ്ടി കയറി ഇറങ്ങിയിട്ട് മരിച്ചു. ആദ്യം കേട്ടപ്പോൾ ഭയങ്കര വിഷമം. പക്ഷേ ഈ റോഡ് ഞങ്ങളുടെ ഈ ഇലക്ട്രോണിക് സിറ്റി ഭാഗത്തുള്ള ഈ റോഡ് ഏകദേശം ഞാനിപ്പോൾ ഒരു 7 വർഷമായിട്ട് ഇതുപോലെയാണ്. ഇന്നലെ ഭയങ്കര പ്രതിഷേധമൊക്കെ, ഇന്നും ഭയങ്കര പ്രതിഷേധമൊക്കെ ഉണ്ടാവുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ആൾ മരിക്കേണ്ടി വന്നു ഈ പ്രതിഷേധത്തിന്. ഇതിന് മുന്നും എന്താ പറയുക, പ്രതിഷേധങ്ങൾ ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ റോഡ്. ഞാൻ ഈ റോഡൊന്ന് കാണിച്ചു തരാം, എന്നിട്ട് നിങ്ങൾ പറ എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ അവിടെ നിന്ന് പോകുന്ന റോഡാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഈ റോഡിൻ്റെ അവസ്ഥ? ഇതിപ്പോൾ ചെളിയില്ലാത്ത 2 ദിവസം മുന്നേ വെച്ചാൽ ഇവിടെ ഫുള്ള് മഴയായിരുന്നു. ഈ മഴയത്ത് എന്താ പറയുക, ഇത് ചെളിപ്പിലിരിക്കും. ഇപ്പം ഇന്ന് വെയിൽ ഉദിച്ച കാരണമാണ് ഇതിപ്പോൾ ചെളിയില്ലാതെ കാരണം. എത്ര അധികം സ്കൂൾ ബസ്സുകളും എത്ര അമ്മമാർ കുട്ടികളെ ഡെയിലി പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനൊക്കെ പോകുന്നൊരു വഴിയാണെന്നറിയുന്നത്. ഈ വഴിയുടെ ഒരു അവസ്ഥയാണ് നിങ്ങളത് കണ്ടു നോക്കി നോക്ക്. എന്താ പറയുക, അതുപോലെ ഈ റോഡിലിങ്ങനെ സൈഡിലിങ്ങനെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഈ റോട്ടിൽ കൂടെ ഇഷ്ടംപോലെ ലോറികളും മറ്റേ നിങ്ങൾക്കറിയാമല്ലോ, ബാംഗ്ലൂർ എപ്പോൾ നോക്കിയാലും വെള്ള വണ്ടികളും. അവരൊരു കണക്കില്ലാതെയാണ് അവർ പാഞ്ഞിട്ടാണ് അവർ പോവുക. അങ്ങനത്തെ റോഡാണ് ഇത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആൾക്കാർക്ക് വേറെ വഴിയില്ല. അങ്ങനത്തെ എന്താ പറയുക, ഒരു തരത്തിലും നമുക്ക് എന്താ പറയുക, സഞ്ചരിക്കാൻ യോഗ്യമല്ലാത്ത റോഡ് എന്ന് പറയില്ലേ, അങ്ങനത്തെ റോഡാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, നമ്മൾ വണ്ടി എടുത്തിട്ട് പുതിയ വണ്ടിയൊക്കെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നില്ല. എങ്ങനെയാണ് ഈ റോട്ടിൽ കൂടെ പോകാണ്ട് ഒരു കുഴി, ആ കുഴി ഒന്ന് കണ്ടു നോക്കി. ഈ കുഴിയിൽ വീണ് കഴിഞ്ഞാൽ സാധാരണ ഒരു സാധാരണ ഓടിക്കുന്ന ആൾ എങ്ങനെ പോയാലും വീണിരിക്കും. ഇത് മെയിൻ റോഡാണ്, അനന്തമാണ്. റോഡിന് നടുക്കിലുള്ള ഒരു കുഴിയാണ്. ഇതിപ്പം ഒന്ന് ആലോചിക്കുക, ഇവിടെ ഫുള്ള് മഴ പെയ്ത വെള്ളം കയറി. ഈ വെള്ളം കയറി കഴിഞ്ഞ് കുഴിയുടെ അവസ്ഥ ആലോചിക്കുക. ഇന്നലെ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് ആക്സിഡന്റ് ഉണ്ടായത്. ഇവിടെ ഇപ്പോൾ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക. ഇന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുക. ഇന്നും ഇവിടെ ഈ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ JCB വെച്ചിട്ട് മണ്ണ് മാറ്റിയിട്ട് ഈ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടികളുടെ ബ്ലോക്ക് കണ്ട, ഇത് എല്ലാ ദിവസവും ഇതാണ് ബ്ലോക്ക്. ഒരു 12 മണിയാകുമ്പോൾ ബ്ലോക്കിൻ്റെ സമയമാണ് പറഞ്ഞു. ഇന്ന് അവിടെ കണ്ട, ആ ബ്ലോക്കില്ലെങ്കിൽ കുട്ടി രക്ഷപ്പെട്ടേനെ.